എടത്തലയിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. കൊച്ചിൻ ബാങ്ക് ജംഗ്ഷനോട് വളരെ അടുത്തായിട്ടാണ്. ബസ് റൂട്ടിലേക്ക്, അതായത് എറണാകുളം ആലുവ ബസ് റൂട്ടിലേക്ക് 300 മീറ്ററാണ് ദൂരം വരുന്നത്. എടത്തലയിലായതുകൊണ്ട് തന്നെ കളമശ്ശേരി വളരെ അടുത്ത് തന്നെയാണ്. ന്യൂ ആർട്സ് കോളേജിലേക്കും മെഡിക്കൽ കോളേജിലേക്കും അതുപോലെ തന്നെ HMT ജംഗ്ഷനിലേക്കൊക്കെ ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിലും കൂടിയാണ് ഈ വീട് വരുന്നത്. ബൈ റോഡ് ഫ്രണ്ടേജും കൂടിയാണ്. 5 സെൻറ്റ് ലാൻഡ് ഏരിയ വരുന്നുണ്ട്. 2200 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK കൂടിയാണ്. നമുക്കിനി ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. വീതി കൂടിയ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വന്നുള്ളത്. ഇതിൻ്റെ മതിലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല പ്ലാന്റ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ CNC കട്ടിങ് വരുന്നുണ്ട്. പ്രധാന ഡോറിനോട് ഓപ്പോസിറ്റായിട്ട് ഒരു വിക്കറ്റ് ഗേറ്റും കൊടുത്തിട്ടുണ്ട്. 2 പില്ലറിലും ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ളൊരു മതിൽ പാറ്റേൺ തന്നെയാണ്. എലിവേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കൊളോണിയൽ ഡിസൈനാണ് ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്. നേരെ നമുക്ക് കോമ്പൗണ്ടിനകത്തേക്ക് വരാം. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് പോർച്ചിനകത്ത് തന്നെയുണ്ട്. ഷീറ്റിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഇവിടെയായിട്ട് 2 വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി മുൻവശത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കൂടി ഇവിടെയും 2 വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇനി എലവേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ടെക്സ്റ്റ് വർക്കുകളും LED ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വശങ്ങളിലെല്ലാം നല്ല രീതിയിൽ പ്ലാന്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് വരാം. ഇവിടെയായിട്ടാണ് നമുക്ക് വെല്ല് വരുന്നത്. നാച്ചുറൽ വെല്ലാണ്. ധാരാളം വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. അപ്പോൾ വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടറാണ്. കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല നമുക്ക് KW വാട്ടർ കണക്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ 2 വാട്ടർ സോഴ്സുകളാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മൾ വീടിനകത്തേക്കാണ് കയറാൻ പോകുന്നത്. നല്ലൊരു സിറ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ട്. 2 ചെയർ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. വശത്തായിട്ട് ഷൂ റാക്കും കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ വീടിനകത്തേക്കാണ് കയറാൻ പോകുന്നത്. 2 പീസ് ഡോറാണ് വന്നുള്ളത്. നല്ല മരത്തിൽ തീർത്ത 2 പീസ് ഡോറ് വന്നിട്ടുണ്ട്. വീടിൻ്റെ ദർശനം ഡോറ് വന്നിരിക്കുന്നതും നോർത്തിലേക്ക് തന്നെയാണ്, അതായത് വടക്കോട്ട് ഫേസ് ചെയ്യുന്ന വീടും കൂടിയാണ്. നമ്മളിപ്പോൾ ലിവിങ്ങിലാണ് വരുന്നത്. നല്ല വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു സെറ്റ് നമുക്ക് ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് ഭംഗിയായിട്ട് ഫാസ്റ്റ് സീലിംഗ് വർക്കും പ്രൊഫൈൽ ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് വന്നുള്ളത്. വലിപ്പമുള്ളൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്പേസ് താഴെയും കൊടുത്തിട്ടുണ്ട്. അതായത് സ്റ്റോറേജ് സ്പേസോട് കൂടി തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ലിവിങ് സ്പേസാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഡൈനിങ്ങിൻ്റെ എൻട്രൻസിന് മേലെയായിട്ട് നല്ലൊരു കവറിങ് വന്നിട്ടുണ്ട്. LED ലൈറ്റുകളും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 6 ചെയർ ഈസി ആയിട്ട് വീഴുന്ന രീതിയിൽ സ്പേസോട് കൂടി തന്നെയാണ് ഡൈനിങ് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൂടാതെ തൊട്ടടുത്തായിട്ട് വാഷ് കൗണ്ടറും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിന് ഭംഗിയായിട്ടൊരു കൗണ്ടറോട് കൂടി തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഗ്രാനൈറ്റിന് മേലെ വൈറ്റ് കളറിലുള്ള സെറയുടെ ഫിറ്റിങ്സ് ആണ് വന്നുള്ളത്. താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ടൈൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മിററിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അവിടെയായിട്ടൊരു ലൈറ്റ് പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഡൈനിങ്ങിൽ നിന്ന് ഓപ്പൺ ആവുന്ന ഒരു കോർട്ട്യാർഡിലേക്കും കൂടിയാണ് ഇങ്ങനെ. ഇവിടെയായിട്ടാണ് വാട്ടർ ഫൗണ്ടൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിലൊരു ഫിഷ് ടാങ്കും കൂടി വരുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു വാട്ടർ ഫൗണ്ടനോട് കൂടിയുള്ളൊരു കോർട്ട്യാർഡാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഈ ഭാഗം വരുന്നത് സൗത്ത് സൈഡാണ്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് വരികയും ചെയ്യും. അപ്പോൾ നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. അപ്പം ഇങ്ങനെ ഡൈനിങ് ഏരിയ ഓപ്പണായി കിട്ടുന്നതുകൊണ്ട് തന്നെ ധാരാളം സൂര്യപ്രകാശവും കാറ്റും അകത്തേക്ക് കടന്നു വരുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി സ്റ്റെയറിനടിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻവെർട്ടർ വെക്കാനുള്ളൊരു സ്പേസും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് കോക്കറി ഷെൽഫ് വന്നുള്ളത്. സ്റ്റോറേജ് സ്പേസ് ധാരാളം കിട്ടുന്നുണ്ട്. ഓപ്പൺ കിച്ചനാണ് വന്നുള്ളത്. നല്ലൊരു കൗണ്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. LED ലൈറ്റുകളും ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ കിച്ചണിലേക്ക് നമുക്ക് വരാം. കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ്, അതായത് തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിച്ചൺ വന്നുള്ളത്. ഇവിടെയായിട്ട് നമുക്ക് വലിയൊരു ഫ്രിഡ്ജ് വയ്ക്കാനുള്ള പവർ പോയിൻ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വലിയ ഫ്രിഡ്ജ് വയ്ക്കാവുന്നതാണ്. ഒരേ ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്. വശങ്ങളിലെല്ലാം നല്ല കബോർഡുകളാണ് കൊടുത്തുള്ളത്. കിഴക്കോട്ട് തുറക്കാവുന്ന രീതിയിലാണ് ഡോറ് വന്നുള്ളത്. ഇവിടെയായിട്ട് നമുക്ക് വർക്ക് ഏരിയ കിട്ടിയിട്ടുണ്ട്. ഒരു L ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്.
ഈസ്റ്റ് സൈഡാണ്, ഇത് സൗത്ത് സൈഡാണ്. അപ്പം സൂര്യപ്രകാശം കടന്നു വീഴുന്ന രീതിയിൽ വിൻഡോസുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ ഒരു ഫ്രിഡ്ജിനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് വശത്തേക്ക് തുറക്കാവുന്ന ഒരു ഡോറും കൊടുത്തിട്ടുണ്ട്. അപ്പം വശങ്ങളിലേക്ക് നടക്കാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്ന ടൈൽ ഒരു മാറ്റ് ഡിസൈനിലുള്ള ടൈലും കൂടിയാണ്. ഇനി നമ്മൾ നേരെ ഇതിൻ്റെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ആദ്യം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ പോവാം. നോർത്ത് വെസ്റ്റ് കോർണറിലുള്ള ബെഡ്റൂമാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് ഏകദേശം ഒരു 14 അടി നീളവും 11 അടി വീതിയും വരുന്നുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇതാണ് നോർത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡാണ്. ഇവിടെ ഒരു കോർണറിലായിട്ടാണ് വാൾഡ്രോബ്സ് ചെയ്തിട്ടുള്ളത്. 2 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും കൂടിയാണ്. ഇനി നമ്മളിതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. വലിയ ബെഡ്റൂം തന്നെയാണ്. ഇത് നോർത്ത് സൈഡ്, ഇത് ഈസ്റ്റ് സൈഡാണ്. ഏകദേശം ഒരു 14 അടി നീളവും 10 അടി വീതിയിലുള്ള ബെഡ്റൂം കൂടിയാണ്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇതും ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ്. ഈ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു L ഷേപ്പിലാണ് കബോർഡുകൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിളും വരുന്നുണ്ട്. ഇവിടെ മിറർ ഇനി വരാനുണ്ട്. അപ്പോൾ നല്ലൊരു കോർണർ രീതിയിലുള്ളൊരു വാർഡ്രോബ്സുകളാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ അപ്പർ ലിവിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പർ ലിവിങ്ങിലേക്ക് കയറുന്ന സ്റ്റെയർ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു വുഡിൻ്റെ ടെക്സ്ചറിലുള്ളൊരു മാറ്റ് ടൈലാണ് വന്നുള്ളത്. വശങ്ങളിലാണെന്നുണ്ടെങ്കിലും വുഡിൻ്റെ ഹാൻഡിൽ വന്നിട്ടുണ്ട്. ടഫൻഡ് ഗ്ലാസ്സുമാണ് വന്നുള്ളത്. നേരെ മേലേക്ക് കയറാം. ഒരു കോർണറിൽ ഒരു പ്ലാൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്, അതുകൊണ്ട് തന്നെ 3 പാളി ജനൽ വന്നിട്ടുണ്ട്. അതിൻ്റെ മേലെയും ഭംഗിയുള്ളൊരു ഡിസൈൻ കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈസ്റ്റ് സൈഡിൽ മേലെയായിട്ട് പെർഗോളാസ് വരുന്നുണ്ട്. പിന്നെ ഇത് ഡബിൾ ഹൈറ്റ് ആണ്. ഇതിൻ്റെ മേലെ ഭംഗിയായിട്ടാണ് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ വരുന്നത് അപ്പർ ലിവിങ് സ്പേസിലാണ്. ഒരു L ഷേപ്പിലാണ് അപ്പർ ലിവിങ് സ്പേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിന് മേലെയായിട്ടും ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും ഫാനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വലിപ്പമുള്ളൊരു സോഫ ഇടാനുള്ള സ്പേസും കിട്ടിയിട്ടുണ്ട്. ഇനി അപ്പർ ലിവിങ് സ്പേസിൽ ധാരാളം സ്പേസ് ഇനി വേറെയുണ്ട്. ഈ കോർണറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റഡി ഏരിയ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് നമുക്ക് കമ്പ്യൂട്ടർ വെക്കാവുന്നതാണ്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉള്ളതുകൊണ്ട് ബുക്സൊക്കെ വെക്കാവുന്നതാണ്. പിന്നെ ഈ ഭാഗത്തായിട്ടാണ് ഇതിന് TV സ്പേസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സോഫ സെറ്റിയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് TV കാണാവുന്നതാണ്. ഇവിടെയും കോർണർ സെറ്റ് ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പർ ലിവിങ് സ്പേസ് നല്ല വലുപ്പത്തിലാണ് ചെയ്തിട്ടുള്ളത്. മേലെയും ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും ഫാനും ഒക്കെ വരുന്നുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറാം. ഇതിൻ്റെ ജനലുകളെല്ലാം നല്ല വലുപ്പത്തിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് സൂര്യപ്രകാശം കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് ഏകദേശം ഒരു 14 അടി നീളവും 11 അടി വീതിയിലുമാണ്. ഇതിൻ്റെ മേലെയും ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫാൻ വരുന്നുണ്ട്. നല്ല വലിപ്പമുള്ളൊരു കബോർഡാണ് എന്നുള്ളത്. ഇവിടെ ആയിട്ട് ഇനി ഒരു മിററും കൂടി വരാനുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ്. പിന്നെ നമ്മളിതിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഏകദേശം ഒരു 14 അടി നീളവും 11 അടി വീതിയിലുമാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. BLDC ഫാൻ തന്നെയാണ് എല്ലാം കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ടൊരു ബുക്ക് ഷെൽഫും ഒക്കെ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ്സ് വരുന്നത്. അതിനെയും നന്നായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതും ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ്. അങ്ങനെ 4 ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ യൂട്ടിലിറ്റിയിലേക്കാണ് പോകാൻ പോകുന്നത്. യൂട്ടിലിറ്റിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അലക്കി വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. മേലെ റൂഫ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ഭാഗമാണ് ലാഡർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഹാൻഡിലോട് കൂടി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ നമുക്കിവിടെ കിട്ടി. ഇനി നമ്മളിതിൻ്റെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. നോർത്തിലേക്ക് അഭിമുഖമായിട്ട് നല്ലൊരു ബാൽക്കണിയും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെയായിട്ട് സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്. ടഫൻഡ് ഗ്ലാസും വരുന്നുണ്ട്. റോഡ് ഫേസ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു ബാൽക്കണിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഭംഗിയുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചകളും നമ്മൾ കണ്ടു. ഇനി നമ്മളിതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോവുകയാണ്. 5 സെൻറ്റ് വരുന്ന ലാൻഡ് ഏരിയയിൽ 2200 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇതിന് ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് 85 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്. വില നെഗോഷ്യബിളുമാണ്. മാത്രമല്ല ഇത് 4 മാസം പഴക്കമുള്ളൊരു വീടും കൂടിയാണ്. ആൾ താമസിച്ച വീടാണ്, അവർ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്റ്റ് ചെയ്യുക. ഇത് സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതിനും ഇതിൻ്റെ ലോൺ വർക്കിനും എന്താവശ്യത്തിനും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മാക്സിമം ഒരു 80% കൂടുതൽ ലോണും അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.